നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. തലശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 5 കിലോഗ്രാം കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശി അറസ്റ്റിൽ. പള്ളിക്കുന്ന് സെൻട്രൽ ജയിൽ പെട്രോൾ പമ്പിന് സമീപത്തെ വീടുകളിലെ കിണറുകളിൽ ഇന്ധനം കലർന്ന് വെള്ളം ഉപയോഗശൂന്യമായ വിഷയത്തിൽ KV സുമേഷ് MLA ഇടപെടൽ. MLA കളക്ടറുമായി കൂടിക്കാഴ്ച നടത്തി. ഷാർജയുടെ സാംസ്കാരിക അടയാളമായ ഗോൾഡ് സൂക്കിന്റെ മടിത്തട്ടിൽ ജീവിതം കരുപിടിപ്പിച്ച പ്രവാസികൾ പാനൂരിൽ ഒത്തുചേർന്നു. സംഗമം ഷാർജ സൂക്ക് നൊസ്റ്റാൾജിയ 2K26 എന്ന പേരിൽ. ഉത്തരമേഖല കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വ്യാഴാഴ്ച തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കും. വിവിധ ജില്ലകളിൽ നിന്നുള്ള 1100 കുട്ടികൾ മാറ്റുരയ്ക്കും. വിശദമായ വാർത്തകളിലേക്ക്. തലശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 5 കിലോഗ്രാം കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി. തലശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ സുബിൻ രാജിന്റെ നേതൃത്വത്തിലാണ് പശ്ചിമ ബംഗാൾ സ്വദേശി രാജീവ് ദാസിനെ കഞ്ചാവുമായി കുയ്യാലി റെയിൽവേ ഗേറ്റ് പരിസരത്ത് വെച്ച് പിടികൂടിയത്. കുയ്യാലിയിൽ വൻ കഞ്ചാവ് വേട്ട. 5 കിലോയിലധികം കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശി രാജീവ് ദാസിനെയാണ് തലശ്ശേരി എക്സൈസ് സംഘം പിടികൂടിയത്. കുയ്യാലി റെയിൽവേ ഗേറ്റ് പരിസരത്ത് വെച്ച് എക്സൈസ് ഇൻസ്പെക്ടർ സുബിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 5.025 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ P. ജലീഷ്, K. ബിനീഷ് എന്നിവർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് ചെറുപൊതികളിലാക്കി കഞ്ചാവ് വിൽപ്പന നടത്തുന്നതാണ് പ്രതിയുടെ രീതി. തലശ്ശേരി ഭാഗത്ത് ലഹരി മരുന്ന് വിതരണം ചെയ്യുന്ന പ്രധാനികളിൽ ഒരാളായ ഇയാളെ കമ്മീഷണർ സ്ക്വാഡ് ദിവസങ്ങളായി നിരീക്ഷിച്ചു വരികയായിരുന്നു. കേരള ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ്, എക്സൈസ് സൈബർ വിംഗ് എന്നിവയുടെ സാങ്കേതിക സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KC ഷിബു, പ്രിവന്റീവ് ഓഫീസർമാരായ MK സുമേഷ്, M. സുരാജ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ K. ശിൽപ, കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ P. ജലീഷ്, K. ബിനീഷ്, MK പ്രസന്ന, സിവിൽ എക്സൈസ് ഓഫീസർ V. അഖിൽ, സൈബർ സെല്ലിലെ T. സനലേഷ്, സുഹീഷ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെ തലശ്ശേരി JFCM കോടതിയിൽ ഹാജരാക്കി. തുടർ നടപടികൾ വടകര NDPS കോടതിയിൽ നടക്കും. കണ്ണൂർ പള്ളിക്കുന്ന് സെൻട്രൽ ജയിൽ പെട്രോൾ പമ്പിന് സമീപത്തെ വീടുകളിലെ കിണറുകളിൽ ഇന്ധനം കലർന്ന് വെള്ളം ഉപയോഗശൂന്യമായ വിഷയത്തിൽ KV സുമേഷ് MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ കലക്ടർ അരുൺ K. വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. IOC ജയിൽ അധികൃതർ എന്നിവരെ ഉൾപ്പെടുത്തി ഈ ആഴ്ച തന്നെ പ്രശ്നപരിഹാരത്തിന് വിശദ ചർച്ച നടത്താമെന്ന് കലക്ടർ ഉറപ്പു നൽകിയതായി KV സുമേഷ് MLA കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിച്ചു. പള്ളിക്കുന്ന് സെൻട്രൽ ജയിൽ പെട്രോൾ പമ്പിന് സമീപത്തെ വീടുകളിലെ കിണറുകളിൽ ഇന്ധനം കലർന്ന് വെള്ളം ഉപയോഗശൂന്യമായ വിഷയത്തിൽ KV സുമേഷ് MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ കലക്ടർ അരുൺ K. വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. IOC ജയിലധികൃതർ എന്നിവരെ ഉൾപ്പെടുത്തി ഈ ആഴ്ച തന്നെ പ്രശ്നപരിഹാരത്തിന് വിശദ ചർച്ച നടത്താമെന്ന് കലക്ടർ ഉറപ്പു നൽകിയതായി KV സുമേഷ് MLA പറഞ്ഞു. കലക്ടർ ശ്രദ്ധയിൽ ഈ കാര്യപ്പെടുത്തി. ഏതായാലും IOCയുടെ വാദം അവരിൽ നിലവിൽ ചോർച്ചയില്ല. അവർ നടത്തിയ പ്രഷർ പരിശോധനയുടെ ഭാഗമായി നിലവിൽ ചോർച്ചയില്ലെന്നാണ് അവർ പ്രാഥമികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കൂടുതൽ പെട്രോൾ സാന്നിധ്യം കിണറുകളിൽ കണ്ടെത്തിയ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പരിശോധനയിലും ഒക്കെ ഹൈലി പൊല്യൂട്ടഡ് ആണ്. 1% വേണ്ടത് 2000-ത്തിലേറെ% ഇതിൻ്റെ കണ്ടന്റ് ഉണ്ടെന്നാണ് പരിശോധനയുടെ ഭാഗമായിട്ട് കണ്ടത്. അപ്പോൾ വലിയ സീരിയസ് ആണ്. അവിടെയുള്ള താമസിക്കുന്നവർക്കെല്ലാം ഈ ശുദ്ധജലം ലഭ്യമാവുന്നതിൻ്റെ ഒരു പ്രശ്നം സീരിയസ് ആയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കലക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് കലക്ടറോട് അഭ്യർത്ഥിച്ചു. കലക്ടർ വളരെ സീരിയസ് ആയി ആ കാര്യത്തെ എടുത്തിട്ടുണ്ട്. നിലവിൽ ഇന്ധന ചോർച്ച ഇല്ലെന്നാണ് IOC അറിയിച്ചിരിക്കുന്നത്. എന്നാൽ കൂടുതൽ കിണറുകളിൽ ഇന്ധനം കലർന്ന് വെള്ളം ഉപയോഗശൂന്യമാവുന്നുണ്ട്. ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നും MLA ആവശ്യപ്പെട്ടു. ഷാർജയുടെ സാംസ്കാരിക അടയാളമായ ഗോൾഡ് സൂക്കിന്റെ മടിത്തട്ടിൽ ജീവിതം കരുപിടിപ്പിച്ച പ്രവാസികൾ പാനൂരിൽ ഒത്തുചേർന്നു. ഷാർജ സൂക്ക് നൊസ്റ്റാൾജിയ 2K26 എന്ന പേരിൽ എലാങ്കോട് നടന്ന സംഗമം പ്രവാസ ജീവിതത്തിലെ കനൽ വഴികളും വിജയഗാഥകളും പങ്കുവെക്കുന്ന വൈകാരിക വേദിയായി മാറി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളവർ സംഗമത്തിൽ പങ്കാളികളായി. UAEയുടെ സാംസ്കാരിക തലസ്ഥാനമായ ഷാർജയിലെ പൈതൃക വിസ്മയം ബ്ലൂ സൂക്കിന്റെ സ്മരണകൾ പങ്കുവയ്ക്കുന്നതിനായാണ്
പാനൂർ സെൻട്രൽ എലാങ്കോട്ടെ ഗോൾഡ് സൂക്ക് നഗർ ഒരുക്കിയത്. 1980 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഷാർജ സെൻട്രൽ മാർക്കറ്റിലെ സ്വർണവും അത്തറും പട്ടുപരവതാനികളും നിറഞ്ഞ അകത്തളങ്ങളിൽ ജോലി ചെയ്തവരും ചെയ്യുന്നവരുമായ 100-ലേറെ പേരാണ് ഈ ഗൃഹാതുര സംഗമത്തിൽ പങ്കാളികളായത്. വിനോദസഞ്ചാരികളുടെ പറുദീസയായി മാറിയ ഈ ഗോൾഡ് സൂക്കിനെ യൂറോപ്യൻസ് ബ്ലൂ സൂക്ക് എന്നും ലണ്ടൻ സൂക്ക് എന്നും ട്രെയിനിന്റെ മാതൃകയിലായതിനാൽ റഷ്യക്കാർ പർവോസിക് സൂക്ക് എന്നും സർക്കാർ രേഖകളിൽ സെൻട്രൽ മാർക്കറ്റ് എന്നും അറബികൾ സൂഖ് അൽ മർഗസിയും എന്നാണ് വിളിച്ചിരുന്നത്. പ്രവാസത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ച മലയാളികൾക്ക് തണലേകിയ ഷാർജ സൂഖ് ഒരു കമ്പോളത്തിനപ്പുറം തങ്ങളുടെ ജീവിതമാണെന്ന് പങ്കെടുത്തവർ പറഞ്ഞു. കഴിഞ്ഞ 45 വർഷമായിട്ട് ഗൾഫിൽ പ്രവാസ ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്നും പോയും വന്നും കൊണ്ടുണ്ട്. കഴിഞ്ഞൊരു വർഷം മുമ്പ് ഞാനും എൻ്റെ സുഹൃത്തുക്കളായ KV മുകുന്ദൻ, അതുപോലെ PP അബൂബക്കർ, CP റഷീദ് മുതലായ കുറച്ച് ആൾക്കാർ ഒരു ഹൗസ് വാമിങ്ങിന് കണ്ടപ്പം നമ്മുടെ മനസ്സിൽ ഉദിച്ച ഒരാശയമാണ് ഇങ്ങനൊരു ഒരു കൂട്ടായ്മ ഉണ്ടാക്കാമെന്നുള്ളത്. ആ കൂട്ടായ്മ ഇന്ന് ആ കൂട്ടായ്മയുടെ നമ്മൾ വിജയം ആഘോഷിക്കുകയാണ്. ഇത്ര നന്നായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നന്നായിട്ട് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ഭാവിയിൽ ഇതെന്താ വെച്ചാൽ ഒരു കൂട്ടായ്മ എന്നതിലുപരി നമ്മൾ സമൂഹത്തിനും സമുദായത്തിനും എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താ ചെയ്യാണ്ടി പറ്റും ഇതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമ്മളിനി വരാൻ പോകുന്ന മാസങ്ങളിൽ വീണ്ടും ഒന്നിച്ചു കൂടും. നമ്മളൊരു കുടുംബസംഗമം കൂടെ ആഗ്രഹിക്കുന്നുണ്ട്. അതും വളരെ അടുത്ത ഭാവിയിൽ തന്നെ അതും കൂടെ നമ്മളിവിടെ ചെയ്തു തീർക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുവേണ്ടി നമ്മുടെ എല്ലാ സഹപ്രവർത്തകരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഷാർജ സൂക്ക് നൊസ്റ്റാൾജിയ അതൊരു വല്ലാതൊരു വികാരമായി കൊണ്ടു നടന്ന ആളുകളാണ് നമ്മളൊക്കെ. നമ്മുടെയൊക്കെ പ്രവാസ ജീവിതത്തിനിടയിൽ ഒരുപാട് കാലം ചെലവഴിച്ചിട്ടുള്ള ഷാർജ സൂക്കിനകത്തുള്ള ജീവിതം, ആ ജീവിതത്തിനിടയിൽ പരിചയപ്പെട്ട നിരവധി സുഹൃത്തുക്കൾ നമ്മുടെ കേരളത്തിൻ്റെ 2 തലക്കലായി അതിനിടയിലായി ജീവിച്ചു വരികയാണ്. ഇവരെയൊക്കെ കാണാനും അവരോടൊക്കെയുള്ള സ്നേഹവും ബന്ധമൊക്കെ പുതുക്കാനുമുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ കുറച്ചുപേർ ഇങ്ങനെയൊരു ചിന്തകൾ പങ്കുവെക്കുകയും ഇന്നത്തെ ദിവസം ചരിത്രത്തിൽ ഒരിക്കലും മറക്കാത്ത അവിസ്മരണീയമായ സ്മരണകളിരമ്പുന്ന ഒരു ദിനമായി ഇവിടെ പാനൂരിനടുത്തുള്ള അലാങ്കോട് KLPയുടെ വീട്ടങ്കണത്തിൽ വെച്ച് സൂക്കിനെ തന്നെ, ഷാർജ സൂക്കിനെ തന്നെ ഒരു പുനഃപ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു സൂക്കിനെ നിർമ്മിച്ചുകൊണ്ട് നമ്മളിവിടെ സംഗമിച്ചിട്ടുള്ളത്. ബ്ലൂ സൂക്കിലെ വിൻഡ് ടവറുകളും തീവണ്ടി മാതൃകയിലുള്ള കെട്ടിടങ്ങളും ബുസൈറ കോർണിഷിലെ കുളിർക്കാറ്റും സാൻഡ്വിച്ചും സുലൈമാനിയുമെല്ലാം സംഭാഷണങ്ങളിൽ നിറഞ്ഞു നിന്നു. കടക്കെണിയിൽ ഒരുക്കിയവർക്ക് അഭയമായതും ഭാഷയറിയാതെ വന്നവർക്ക് ലോകത്തോട് സംസാരിക്കാൻ കരുത്തു നൽകിയതും ഇതേ സൂക്കിന്റെ തണലാണെന്ന് ഓരോരുത്തരും ഓർത്തെടുത്തു. മൺമറഞ്ഞുപോയ സഹപ്രവർത്തകരെ അനുസ്മരിച്ച വേദിയിൽ പഴയ സുഹൃത്തുക്കളെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ പലർക്കും അത് ഹൃദയസ്പർശിയായ നിമിഷമായി. ഷാർജ ഗോൾഡ് സൂക്ക് ഇവിടെയുള്ള നൊസ്റ്റാൾജിയ ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്. പിന്നെ ഞാൻ ജോലി ചെയ്തിരുന്നത് 2015 വരെ ഷാർജയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. ആദ്യം 1979 തുടങ്ങി 2015 വരെ ഷാർജ സൂക്കിൽ തന്നെ ജോലി ചെയ്ത് 2 വ്യത്യസ്ത സ്ഥാപനം ജോലി ചെയ്ത ഒരാളാണ്. ആദ്യം മദീന ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഫാൻഡം ഇലക്ട്രോണിക്സിലും, പിന്നീട് തുടർന്ന് അടുത്ത വർഷം ഷാർജ സാൽം എക്സ്ചേഞ്ച്, അവിടെയാണ് പിന്നെ രണ്ടാമത്തെ ജീവിതം. അങ്ങനെ 15 കൊല്ലം ഷാർജ എക്സ്ചേഞ്ചിലും 10 കൊല്ലം ഫാൻഡത്തിനുമായി 25 കൊല്ലം ജീവിതം ഷാർജയിൽ തന്നെ ചെലവഴിച്ച ഒരാളാണ്. അവിടെ നിന്നുണ്ടാക്കിയ ഈ ആളുകളുടെ കൂട്ടുകെട്ട്, അതായത് പല ജില്ലക്കാരും പല സംസ്ഥാനക്കാരും ഒക്കെ ഉണ്ടായിരുന്ന അവിടെ, അവരൊക്കെ ഏറ്റവും നല്ല ബന്ധത്തിലാണ് ഈ 35 വർഷം ഞാൻ ഷാർജയിൽ കഴിച്ചു കൂട്ടിയത്. അതിൻ്റെ പ്രതിഫലനം ഇപ്പോഴും ഞാൻ ഷാർജയിൽ പോയപ്പോൾ അവിടെയുള്ള പഴയ ആൾക്കാരൊക്കെ വന്നിട്ട് വളരെ സ്നേഹപൂർവ്വം നമ്മൾ പെരുമാറുകയും അത് അനുഭവിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു രോമാഞ്ചം ഉണ്ടായി. കാരണം പല രാജ്യക്കാരുണ്ടായിരുന്നു, ഇറാനികളുണ്ടായിരുന്നു, അഫ്ഗാനിസ്ഥാനുണ്ടായിരുന്നു, അങ്ങനെയുള്ള പല നാട്ടുകാരും, അവർ നമ്മളെ ഇന്ത്യയിൽ തന്നെ ഗുജറാത്തികൾ, ബോംബെക്കാർ, അങ്ങനെയുള്ള പല ആളുകളും അവരൊക്കെ വളരെ സ്നേഹത്തിലോടുകൂടിയാണ് പെരുമാറിയത്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവ സമ്പത്ത് ഇതാണ്. അങ്ങനെ നമ്മുടെ ആളുകളുമായിട്ട് കൂടുതൽ ഇടപഴകാനും ഓരോരുത്തരോടുമെല്ലാം സഹകരിച്ചുകൊണ്ടും സ്നേഹം പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്നത് ഇപ്പോഴും നാട്ടിൽ പൊതുപ്രവർത്തനവും പിന്നെ കൃഷിയൊക്കെ ആയിട്ട് അങ്ങനെ കഴിയുകയാണ്. ഏതായാലും ആ ഷാർജയിലുള്ള അനുഭവം വളരെ വലുതാണ്. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോഴും നമുക്ക് ആളുകളുമായിട്ട് ബന്ധപ്പെടാനും സഹകരിക്കാനും കഴിയുന്നത്. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ വളരെ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ട്.
മനസ്സ് നിറഞ്ഞൊരു പരിപാടിയാണിത്. വർഷങ്ങൾ ഷാർജയിലെ ഏറ്റവും പ്രമുഖമായ ഒരു മാർക്കറ്റിനകത്ത് ഒന്നിച്ച് ജീവിച്ച, പരസ്പരം ബന്ധപ്പെടുകയും സഹകരിക്കുകയും ദുഃഖവും സന്തോഷവും ഒക്കെ പങ്കുവെക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ച എല്ലാ ആളുകളും, കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിവിധ ജില്ലകളിലെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ സൂക്ക് നൊസ്റ്റാൾജിയ എന്ന നിലയ്ക്കുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ച് ഇത്രയും വിജയിപ്പിക്കാൻ സാധിച്ചുള്ള വളരെ സന്തോഷമുണ്ട്. ഇത് ഞങ്ങളുടെ തുടക്കം മാത്രമാണ്. ഞാൻ നേരത്തെ നന്ദി പ്രഭാഷണം സൂചിപ്പിച്ചതുപോലെ ഇനി ഒരുപാട് പരിപാടികൾ മുമ്പിലുണ്ട്, ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ ഈ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതാണ്. 28 വർഷങ്ങൾക്ക് മുമ്പ് സൂക്കിൽ 12 വർഷം പ്രവാസ ജീവിതം കഴിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ കാലഘട്ടത്തിൽ, സൂക്കിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിനെ അതേ രൂപത്തിൽ പകർത്തി നമ്മുടെ ജീവിതത്തിലേക്കൊരു ഓർമ്മയായിട്ട് വരാൻ സാധിച്ചു എന്നതാണ് ഈ ഒരു നൊസ്റ്റാൾജിയ ഗ്രൂപ്പ് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നത്. ഇവിടെ പഴയകാല ഒരുപാട് പ്രവർത്തകരും ഇതിൻ്റെ മുന്നണി പോരാളികളായ പല ആളുകളെയും നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നത് ഈ ഒരു സൂക്ക് നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന ഈ പരിപാടിയുടെ ഒരു വലിയൊരു ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഈ സൂക്ക് നൊസ്റ്റാൾജിയ എന്ന ഈ ഒരു സംരംഭം നമ്മളൊരു തുടക്കം മാത്രമാണ്. ഇതിൻ്റെ ആശയങ്ങൾ നമ്മൾ സംസാരിച്ച ഇതിൻ്റെ സംഘാടക സമിതിയിലുള്ള എല്ലാ ആളുകളും നമ്മൾ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു തുടക്കത്തിൽ കൂടി ഇനി സൂക്ക് നൊസ്റ്റാൾജിയ എന്നതിൻ്റെ ഉപരി ഒരു പ്രവാസ കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു പ്രവാസ കുടുംബ സംഗമം എന്ന ഒരാശയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് അധികം താമസിയാതെ നമ്മളതിൻ്റെ പണിപ്പുരയിൽ ഉണ്ടാവും. മാത്രവുമല്ല, പ്രവാസികളായ പ്രവാസ ജീവിതം കഴിഞ്ഞ് മടങ്ങി വരുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെട്ട് അവർ തിരിച്ചു വരുന്ന സമയത്ത് അവർക്കൊരു ഉപജീവനം അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നത് ആണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രൊജക്റ്റ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറേ വലിയൊരു കൂട്ടായ്മയോടുകൂടി പ്രവാസ സംഗമവും അതുപോലെ തന്നെ പ്രവാസികൾക്കുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രവാസ ലോകത്ത് നിന്ന് പടിയിറങ്ങിയെങ്കിലും തങ്ങളെ തങ്ങളാക്കി മാറ്റിയ ഷാർജ സൂക്കിനോടുള്ള കടപ്പാടും സ്നേഹവും പങ്കുവച്ചാണ് എലാങ്കോട്ടെ ഈ പ്രവാസി കൂട്ടായ്മ പിരിഞ്ഞത്. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെറിയ കാറ്റ് വന്നു കഴിഞ്ഞാൽ അണഞ്ഞു പോകുന്നൊരവസ്ഥ, അത്തരത്തിലുള്ള പ്രവാസി സമൂഹമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രവാസി സമൂഹമാണ് നമ്മുടെ നാടിൻ്റെ നെടുന്തൂൺ എന്ന് പറയുന്നത്. കാരണം നാടും കുടുംബവും ഒക്കെ വിട്ട് കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ അടിത്തറയ്ക്ക് ശക്തി പകരുന്ന ഒരു വിഭാഗമാണ് പ്രവാസികൾ. ഇന്ന് കാണുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഈ തരത്തിലുള്ള വികസനത്തിന് നമ്മൾ കാണുന്ന സാമൂഹ്യ സാംസ്കാരിക തൊഴിൽ മേഖലകളിലൊക്കെ ഇത്തരത്തിലുള്ള ഉയർച്ച വികസനം നടക്കാൻ സാധിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ഓരോരുത്തരുടെയും കഠിനാധ്വാനമാണ്. ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ഒരു രാജ്യമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കറിയാം 3.5 മില്യൺ ആൾക്കാരാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ളത്. നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് 2 കോടി ജനങ്ങൾ കേരളത്തിൽ നിങ്ങളെയും നിങ്ങളുടെ അന്നം കാത്തു നിൽക്കുന്ന, നിങ്ങളുടെ സംരക്ഷണം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ജനവിഭാഗങ്ങൾ നമ്മുടെ കേരളത്തിലുള്ളത്. PP അബൂബക്കർ അധ്യക്ഷനായി. ഖത്തർ റേഡിയോ മുൻ ഡയറക്ടർ A. യതീന്ദ്രൻ മാസ്റ്റർ, പ്രമുഖ മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ, സാഹിത്യകാരൻ രാജു കാട്ടുപുനം, കൂത്തുപറമ്പ് ACP MP ആസാദ് എന്നിവർ മുഖ്യാതിഥികളായി. PK യൂസഫ് ഹാജി, കൗൺസിലർ അൻസത്ത് മീത്തൽ, PPA സലാം, KT അലി, PK ഇബ്രാഹിം ഹാജി, KV മുകുന്ദൻ, CP റഷീദ്, P മഹറൂഫ്, KLP ഹാരിസ്, മുഹമ്മദ് റാഫി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. KLP യൂസഫ് സ്വാഗതവും യാക്കൂബ് എലാങ്കോട് നന്ദിയും പറഞ്ഞു. പാനൂർ മേഖലയിൽ നിന്നും ദശാബ്ദങ്ങൾക്ക് മുൻപ് കടൽ കടന്ന് ഷാർജയിലെത്തി ഇന്ന് വ്യാപാര മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ഉത്തരമേഖല കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വ്യാഴാഴ്ച തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കും. വിവിധ ജില്ലകളിൽ നിന്നുള്ള
1100ഓളം കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ 2000ഓളം പേർ പങ്കെടുക്കും. മത്സരം രാവിലെ 9-ന് സംസ്ഥാന നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശ്ശൂർ തൊട്ട് കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളെ വിജയിച്ച കായിക താരങ്ങളാണ് നമ്മുടെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 15-ാം തീയതി രാവിലെ 9 മണിക്ക് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എം ഷംസീർ മേള ഉദ്ഘാടനം ചെയ്യും. ആ അവസരത്തിൽ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ കാരായ ചന്ദ്രശേഖർ സാർ അധ്യക്ഷനായിരിക്കും. സമാപന ചടങ്ങിൽ കണ്ണൂർ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KM അഖിൽ മുഖ്യാതിഥിയായിരിക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ നിന്നുള്ള 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള 1100ഓളം കുട്ടികൾ മത്സരിക്കുന്ന ഉത്തരമേഖല കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വ്യാഴാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കും. ജില്ലാതല മത്സരങ്ങളിൽ ആദ്യത്തെ 3 സ്ഥാനങ്ങൾ നേടിയവരാണ് ഉത്തരമേഖല ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. മത്സരം രാവിലെ 9-ന് സംസ്ഥാന നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ കാരായ ചന്ദ്രശേഖരൻ അധ്യക്ഷനാവും. കുട്ടികൾക്കിടയിൽ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക, ഭാവിയിലെ മികച്ച കായിക താരങ്ങളെ കണ്ടെത്തി വളർത്തിയെടുക്കുക തുടങ്ങിയവയാണ് കിഡ്സ് അത്ലറ്റിക്സിന്റെ ലക്ഷ്യമെന്ന് കണ്ണൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികളെ സ്പോർട്സിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കിഡ്സ് അത്ലറ്റിക്സിന്റെ ഇവന്റുകൾ വളരെ ജനകീയമായിട്ടുള്ള ഇവന്റുകളാണ്. ടീം ഇവന്റ് ആയിട്ടാണുള്ളത്. അതുപോലെ തന്നെ വളരെ സോഫ്റ്റും അതുപോലെ കളർഫുള്ളുമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ്. 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് ചേരുന്ന ഇവന്റുകളും അതുപോലെ എക്യുപ്മെന്റ്സുകളുമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്തരമേഖലയും കടന്നിട്ട് കുട്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് 2-3 ജില്ലകൾ മാത്രം ഉൾപ്പെടുന്ന സോണുകളായിട്ട് മത്സരം നടത്തുക എന്നുള്ളത്. അതിലകം എല്ലാ കുട്ടികളിലേക്കും കേരളത്തിൽ ഈ ഏജ് കാറ്റഗറിയിലുള്ള 4 വയസ്സിനും 12 വയസ്സിനിടയ്ക്കുള്ള എല്ലാ കാറ്റഗറികളിലേക്കുള്ള കുട്ടികളിലേക്കും ഈ ഒരു സംരംഭം എത്തിക്കുക എന്നുള്ളതാണ്. മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഉച്ചഭക്ഷണവും പഴവർഗ്ഗ കിറ്റുകളും നൽകും. സമാപന സമ്മേളനത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് PM അഖിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജോസ് മാത്യു, ഷിനിൽ കുര്യാക്കോസ്, യു ഷാജി, KK ഷാമിൻ, P മഹിലേഷ്, E സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കി ഭാരതീയ ജനതാ പാർട്ടി മാഹി മേഖലാ കൺവെൻഷൻ മാഹിയിൽ നടന്നു. പാർട്ടി പുതുച്ചേരി സംസ്ഥാന പ്രഭാരി നിർമ്മൽ കുമാർ സുരാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി BJP മാഹി മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പാർട്ടി പുതുച്ചേരി സംസ്ഥാന പ്രഭാരി നിർമ്മൽ കുമാർ സുരാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പുതുച്ചേരിയിൽ NDA ഭരണകാലത്ത് വികസനവും ഭരണസ്ഥിരതയും ഉറപ്പാക്കിയതായും ഈ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പ്രവർത്തകർ കൂടുതൽ സജീവമാകണമെന്നും സുരാന പറഞ്ഞു. മാഹി മേഖലാ മണ്ഡലം പ്രസിഡന്റ് പ്രജീഷ് കുമാർ അധ്യക്ഷനായി. മണ്ഡലം പ്രഭാരി ദുരൈ ഗണേഷ്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം A ദിനേശൻ, SC മോർച്ച വൈസ് പ്രസിഡന്റ് ജയചന്ദ്രൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജിന എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി മഗനീഷ് മഠത്തിൽ സ്വാഗതവും അഡ്വക്കേറ്റ് ഇന്ദ്രപ്രസാദ് നന്ദിയും പറഞ്ഞു. ചുക്ലിയിലെ പൊതുപ്രവർത്തകനായിരുന്ന VA മുകുന്ദന്റെ ഓർമ്മയ്ക്കായി മുകുന്ദായനം പൊതു ഇടം ഒരുക്കുന്നു. മുകുന്ദായനത്തിന്റെ ഉദ്ഘാടനം ജനുവരി 17 വൈകിട്ട് 4:30 ചുക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീ VA മുകുന്ദൻ അദ്ദേഹം കടന്നുപോയിട്ട് 1 വർഷത്തിലധികമായി, 2 വർഷം ഏതാണ്ട് പൂർത്തിയാകാനിരിക്കുന്നു. അദ്ദേഹം ഒരു പ്രത്യക്ഷത്തിലൊരു സാധാരണക്കാരനാണ് എന്ന് തോന്നിക്കുമെങ്കിലും നമ്മൾക്ക് അപൂർവമായിട്ടുള്ള
പ്രത്യേകിച്ച് നമ്മുടെ പുതിയ കാലത്ത് വളരെ അപൂർവമായിട്ടുള്ള ചില സിദ്ധിവിശേഷങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പൊതുപ്രവർത്തകനായിരുന്ന VA മുകുന്ദന്റെ സ്മരണയ്ക്ക് ഒരുക്കിയ മുകുന്ദായനം പൊതു ഇടത്തിന്റെ ഉദ്ഘാടനം രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ജനുവരി 17 നടക്കും. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് N. ഷംസീർ ഉദ്ഘാടനം ചെയ്യും. മുകുന്ദായനം ചെയർമാൻ അഡ്വക്കേറ്റ് K. വിശ്വൻ അധ്യക്ഷനാവും. പ്രമുഖ പ്രഭാഷകൻ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. സംഘാടക സമിതി ചെയർമാൻ M. ഹരീന്ദ്രൻ ആമുഖ ഭാഷണവും നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളായ TTK ശശി സ്വാഗതവും K. പ്രസീദ് കുമാർ നന്ദിയും പറയും. തുടർന്ന് മോഹൻദാസ് പാറാൾ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം നിലവിളികളുടെ ഭൂമിയും അരങ്ങേറും. സ്പീക്കറുമായിട്ട് വളരെ ചെറിയ കുട്ടിയായുള്ള ബന്ധമുള്ള ഒരാളാണ് മുകുന്ദൻ. കുടിയേലും നല്ല ബന്ധമായിരുന്നു. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ സാമൂഹിക രംഗത്തിലുള്ള ഒരു ബന്ധമുള്ള ആളെ കൊണ്ട് ഷംസീർ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നുള്ള ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ആദ്യം ഞങ്ങൾ ബുദ്ധിമുട്ട് നൽകി T. പത്മനാഭൻ എന്നെ കൊണ്ട് ചെയ്യണം. അദ്ദേഹത്തിന് വരാൻ കഴിയാത്തതുകൊണ്ടാണ് പിന്നീട്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു പൊതു പ്രഭാഷകൻ ആലങ്കോട് ലീലാകൃഷ്ണനാണ് പ്രഭാഷണം ആദ്യമായിട്ടാണ് അദ്ദേഹത്തിലേക്ക് വരുന്നത്. അതിനുശേഷം പിന്നെ അവിടെ ഒരു കഥാപ്രസംഗം നടന്നു. മൂന്നാട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരു കലിയായിരുന്നുകൊണ്ട് ഒരു കഥാപ്രസംഗങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നിലവിളികളുടെ ഭൂമി എന്നുള്ള കഥാപ്രസംഗം. അതിൻ്റെ ആമുഖ ഭാഷണം നടത്തുന്നത് M. ഹരീന്ദ്രൻ മാഷാണ്. C. ചന്ദ്രനെ പോലെയുള്ള ആളുകളെ സാന്നിധ്യമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ M. ഹരീന്ദ്രൻ, മുകുന്ദായനം രക്ഷാധികാരി C. ചന്ദ്രൻ, നിർമ്മാണ കമ്മിറ്റി കൺവീനർ TTK ശശി, വാർഡംഗം NB സജിത, സംഘാടക സമിതി വൈസ് ചെയർമാൻ KP റാഷിഖ് എന്നിവർ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ശിവാംഗി കൾച്ചറൽ സെന്റർ, മാഹി. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കഥക് നൃത്തത്തിന്റെ താളവുമായി ശിവാംഗി കൾച്ചറൽ സെന്റർ പുതുവർഷത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. താളവാദ്യലയത്തോടെ കൈമുദ്രകളാലും ചടുലമായ അംഗവിക്ഷേപങ്ങളാലും ഉയരുന്ന കഥക്കിന്റെ ധ്വനികൾ ഇനി മയ്യഴിയിലും. വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡാൻസ് സ്റ്റുഡിയോ, ശിവാംഗി കൾച്ചറൽ സെന്റർ, BLM ടവർ, ഹോസ്പിറ്റൽ റോഡ്, മാഹി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ.
റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. മറ്റു വാർത്തകളിലേക്ക്. പുരോഗമന കലാസാഹിത്യ സംഘം പിണറായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീനിവാസൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പിണറായി ക്ഷീരോത്പാദക സഹകരണ സംഘം ഹാളിലാണ് പരിപാടി നടന്നത്. പുരോഗമന കലാസാഹിത്യ സംഘം പിണറായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിണറായി ക്ഷീരോത്പാദന സഹകരണ സംഘ ഹാളിൽ നടന്ന ശ്രീനിവാസൻ അനുസ്മരണം പ്രശസ്ത സംവിധായകൻ പ്രദീപ് ചോക്ലി ഉദ്ഘാടനം ചെയ്തു. പിന്നെ 2-3 ദിവസം അദ്ദേഹം നമ്മളെ വിട്ടുപോയി. ചില സമയത്ത് നമ്മൾ വളരെ ആർദ്രമായിട്ടുള്ള സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. അതുപോലെ തന്നെ സാധാരണക്കാരോടും നാട്ടുപ്രദേശത്തിന്റെ തനി മനുഷ്യന്മാരോടും. പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പ്രദീപൻ അധ്യക്ഷനായി. പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ സെക്രട്ടറി പനോളി വത്സൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് ട്രംപിയൻ തെമ്മാടിത്തം ലോകം പൊറുക്കില്ല എന്ന മുദ്രാവാക്യമുയർത്തി വെനസ്വേലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധ സായാഹ്നവും സമാധാന സദസ്സും സംഘടിപ്പിച്ചു. പ്രതിഷേധ സദസ്സ് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി MK മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. അൽബിർ കിഡ്സ് ഫെസ്റ്റ് സെക്കൻഡ് സോൺ ഫെസ്റ്റ് കരിയാട് നൂറുൽ ഇസ്ലാം അൽബിർ സ്കൂളിൽ നടന്നു. കല്ലിക്കണ്ടി NAM കോളേജ് പ്രിൻസിപ്പൽ ക്യാപ്റ്റൻ ഡോക്ടർ AP ഷമീർ ഉദ്ഘാടനം ചെയ്തു. കല്ലിക്കണ്ടി NAM കോളേജ് പ്രിൻസിപ്പൽ ക്യാപ്റ്റൻ ഡോക്ടർ AP ഷമീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കരുതൽ ഉറപ്പാക്കുന്ന ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാണ് അൽബിർ സ്കൂളുകൾ എന്ന് ഞാൻ പറയുകയാണ്. ഇവിടെ കുട്ടികൾ പഠിക്കുന്നത് അക്ഷരങ്ങളും അക്കങ്ങളും മാത്രമല്ല, കളിയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അവരുടെ പഠനം വളരെ സന്തോഷകരമാക്കുന്ന ഒരു പ്രവർത്തനാധിഷ്ഠിതമായ ഒരു പഠന രീതിയാണ് അൽബിർ സ്കൂളിന്റെ പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മുടെ മത മൂല്യങ്ങളിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള, ഇസ്ലാമിക മൂല്യങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള കുട്ടികളുടെ ജീവിതം സ്വഭാവ രൂപീകരണത്തിലും അതൊരു പരിവർത്തനം ചെയ്യുന്ന രീതിയിലുള്ള ദർശനത്തോടുകൂടിയുള്ള ഒരു വലിയൊരു സ്ഥാപനമാണ് അൽബിർ. കുട്ടികളിൽ സത്യസന്ധത വളർത്തുക, സഹാനുഭൂതി, കാരുണ്യം വളർത്തുക, പരസ്പര ബഹുമാനം വളർത്തുക, മനുഷ്യ സ്നേഹം, സേവനം തുടങ്ങിയ മൂല്യങ്ങളിൽ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നതായിരിക്കും ഈ ഇത്തരം സ്ഥാപനങ്ങളുടെ മുഖ്യമായ ലക്ഷ്യം തന്നെ. പുതുശ്ശേരി പള്ളി ജമാഅത്ത് പ്രസിഡന്റ് NA കരീം അധ്യക്ഷനായി. അൽബിർ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ KP മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. 56 സ്കൂളുമായി തുടങ്ങിയ അൽബിറിന് കേരളം, കർണാടക, അന്തമാൻ, അതുപോലെ തന്നെ സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയായിട്ട് 452 സ്കൂളുകൾ, 20,000-ൽ കൂടുതൽ കുട്ടികൾ, 1,700-ലധികം ടീച്ചേഴ്സ്, 450-ലധികം സേവികമാർ, 40,000-ൽ കൂടുതൽ പേരന്റ്സ് ഒക്കെയുള്ള വലിയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ഒരു കുട്ടിയെ അൽബിർ ചേർത്താൽ അടുത്ത കുട്ടിയെ അൽബിർ മാത്രമേ ചേർക്കുള്ളൂ. അൽബിറിനെ സംബന്ധിച്ചോളം ക്വാളിറ്റിയിലാണ്, ക്വാണ്ടിറ്റിയിലല്ല പ്രാധാന്യം നൽകുന്നത്. നെല്ലിക്ക മുസ്തഫ ഹാജി, മൊയ്തു ഹാജി, ഫിർദൌസ്, VK കാസിം ഹാജി, ഹമീദ് പൊറ്റേരി, TK ഹമീദ് മാസ്റ്റർ, TK കുഞ്ഞബ്ദുള്ള മാസ്റ്റർ, ഷബ്നസ് യമാനി, ഹനീഫ പാലേരി, മുഹമ്മദ് ഹനീഫ കരുമാക്കണ്ടി എന്നിവർ സംസാരിച്ചു. ഹസ്നബ് ഹസീബ് ഹുദവി പ്രാർത്ഥന നടത്തി. പരിപാടിയുടെ പവലിയൻ ഉദ്ഘാടനം NA കരീം നിർവഹിച്ചു.
ചടങ്ങിൽ ഹംസ മാസ്റ്റർ മയിൽ സ്വാഗതവും OK ഇബ്രാഹിം നന്ദിയും പറഞ്ഞു. 5 വേദികളിലായി 850ഓളം വിദ്യാർത്ഥികൾ കലാപരിപാടികളിൽ മാറ്റുരച്ചു. ഞങ്ങൾ ഗുരുമരക്കൊണ്ടിരക്കിളികൾ സേവാഭാരതി തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് സമിതിയുടെ പുതിയ സംരംഭമായ പാലിയേറ്റീവ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് TP രാജീവൻ ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് സമിതിയുടെ പുതിയ സംരംഭമായ പാലിയേറ്റീവ് യൂണിറ്റ് സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് TP രാജീവൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിൽ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് സമിതിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമുക്കറിയാം, സാന്ത്വന പരിചരണം എന്നുള്ളത് സത്യത്തിൽ ചികിത്സയല്ല. കേവലം 19-ാം നൂറ്റാണ്ടിൽ ലണ്ടനിലാണ്, ബ്രിട്ടനിലുള്ള ലണ്ടനിലാണ് ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു സാന്ത്വന പരിചരണ സംവിധാനം ആരംഭിക്കുന്നത്. അതുവരെ ജീവിക്കുവാനുള്ള പരിചരണം നൽകുക എന്നുള്ള ഒരു ആശയം തന്നെ രൂപപ്പെട്ടു വന്നത്. ജില്ലാ സെക്രട്ടറി NT മനോജ് വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു. വിവിധ വാർഡംഗങ്ങളായ AK ഭാസ്കരൻ, TP രജനി, KC അനിഷ, നിത്യരാജൻ എന്നിവർ സംസാരിച്ചു. സേവാഭാരതി സംസ്ഥാന പാലിയേറ്റീവ് കോർഡിനേറ്റർ അശ്വന്ത് ഉളിക്കൽ, ജില്ലാ സംഘടനാ സെക്രട്ടറി സുബി തിരുമംഗലം, PP സുരേന്ദ്രൻ മാസ്റ്റർ, A സജീവൻ, KB പ്രമോദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സേവാഭാരതി തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ വിനോദ് അധ്യക്ഷയായി. സെക്രട്ടറി N ജിതേഷ് സ്വാഗതവും ട്രഷറർ P ശ്രീനി നന്ദിയും പറഞ്ഞു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു.
ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് പക്ഷേ ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. SPC പരിശീലനം പൂർത്തിയാക്കിയ തിരുവങ്ങാട് GVHSS, ചിറക്കര GVHSS സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി IAS സല്യൂട്ട് സ്വീകരിച്ചു. പരേഡ് കമാൻഡർ ഫ്ലാഗ് ബെയറർ മാർച്ച് ഓഫ് ചെയ്തു. SPC പരിശീലനം പൂർത്തിയാക്കിയ GHSS തിരുവങ്ങാട്, GVHSS ചിറക്കര സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ചിറക്കര GVHSS ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി IAS മുഖ്യാതിഥിയായി. സല്യൂട്ടും അദ്ദേഹം സ്വീകരിച്ചു. ചിറക്കര ഗവൺമെന്റ് HSS സീനിയർ കേഡറ്റായ സാവനിയായിരിക്കുന്ന രണ്ടാമതായി വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡാസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചലനങ്ങൾ സംഗീതമാകുന്നു, മനസ്സുകൾ പ്രസന്നമാകുന്നു. നയിക്കുന്ന 3-ാം നമ്പർ പ്ലാറ്റൂൺ വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡാസിന് മുന്നിലൂടെ കടന്നു പോകുന്നു. അർപ്പിച്ചുകൊണ്ട് ഡാസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ചലനങ്ങൾ സംഗീതമാകുന്നു, മനസ്സുകൾ പ്രസന്നമാകുന്നു. ഇവർ ഈ നാടിന്റെ അഭിമാനം, പൗരബോധവും രാഷ്ട്രബോധവും ഉൾക്കൊണ്ട് ആത്മവിശ്വാസത്തോടെ ഉറച്ച കാൽവെപ്പുകളോടെ കേഡറ്റുകൾ നടന്നെടുക്കുന്നു ജനവിജയങ്ങളിലേക്ക്. ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലായത് ഈ എല്ലാ വാല്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ സ്കൂളിൽ എന്താണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ഈ ഒരു ചെറിയ കാലത്തിൽ എങ്ങനത്തെ ഒരു വാല്യൂസ് പഠിപ്പിക്കാനാണെങ്കിൽ ഇത് നമ്മുടെ കോളേജ് ലൈഫിൽ പിന്നെ വർക്ക് ലൈഫിൽ കുറേ ഇമ്പാക്റ്റ് എടുക്കുന്ന ഒരു വാല്യൂസാണ്. കാരണം നിങ്ങൾക്കൊരു സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പോസിറ്റീവ് തോട്ട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഏതെങ്കിലും ഒരു ഏജിൽ സൊസൈറ്റിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടാകും. ഇപ്പോൾ സൊസൈറ്റിയിലെ കുറേ കാര്യങ്ങളുണ്ട്, നമ്മുടെ സമൂഹത്തിലെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഇതിലെ കുട്ടികളുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് ആവശ്യമുണ്ടാകും. ഈ ലഹരിയുടെ കാര്യമാണോ അല്ലെങ്കിൽ മാലിന്യത്തിൻ്റെ കാരണമാണോ, ഇതിലെ ബിഹേവിയർ ചേഞ്ചാണ് ആവശ്യം. ഈ ബിഹേവിയർ ചേഞ്ച് വരുന്നുണ്ട്. ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഇതിലെ ഡിസിപ്ലിനും പിന്നെ ഹാർഡ് വർക്ക് കോർഡിനേഷനും ഒക്കെ പഠിപ്പിക്കാൻ ആക്ടിവിറ്റീസിലാണ്. നിങ്ങൾക്ക് മനസ്സിലായത് ഈ കുട്ടികൾ ലഹരിയുടെ പാത്തിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു സേഫ് ഗാർഡാണ് നമുക്കുള്ളത്. സ്പോർട്സ് ആണോ അല്ലെങ്കിൽ എങ്ങനത്തെ SPC ഒക്കെ ആക്ടിവിറ്റീസ് ആണ്, അത് കുട്ടികളുടെ എനർജി റൈറ്റ് വേയിലാണ് കേന്ദ്രീകരിച്ചിട്ട് ഓരോ ആക്ടിവിറ്റീസാണ് ഇത് എല്ലാം നടക്കുന്നുണ്ട്. സോ എനിക്ക് അതാണ് സന്തോഷം. നിങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിലെ എൻ്റെ ഒരു മെസ്സേജ് നിങ്ങളെല്ലാവർക്കും അത് തന്നെയാണ്. നിങ്ങൾ SPCയിൽ പഠിക്കുന്ന വാല്യൂസൊക്കെ എന്തൊക്കെയാണ് അത് നിങ്ങൾ ലൈഫിൽ കൂടി യൂസ് ചെയ്യണം. നിങ്ങളുടെ സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും
അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മവും ഇല്ലെങ്കിൽ ടീച്ചർമാർക്ക് അത് ഷെയർ ചെയ്യണം. അതൊരു സോഷ്യലായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നിങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. വാർഡ് കൗൺസിലർമാരായ റാഷിദ ടീച്ചർ, പി അജിത് കുമാർ, IPSHO ബിജു പ്രകാശ്, കെ രാജേഷ്, പി വൈശാഖ്, അശോകൻ പാലോറൻ, ആർ നിജിമ, PK ബിജില, VM സുകുമാരൻ, C സോമൻ, KV അനിത, EM സത്യൻ, M സുനീഷ് കുമാർ, PO ശ്രീരഞ്ജ, TT രജനി തുടങ്ങിയവർ പങ്കെടുത്തു. തലശ്ശേരി ശ്യാമ സ്പോർട്ടിംഗ് യൂത്ത്സ് ലൈബ്രറിയുടെ കലാവിഭാഗമായ സ്പോർട്ടിംഗ് യൂത്ത്സ് ആർട്സ് ആൻഡ് മ്യൂസിക് അസോസിയേഷന്റെ എല്ലാവരും പാടുന്ന ജനകീയ സംഗീത സായാഹ്നം 575 ആഴ്ചകൾ പിന്നിട്ടു. ഇതിന്റെ ഭാഗമായി ഫിലിമി ഖവാലി നൈറ്റ് അരങ്ങേറി. ശ്യാമ സ്പോർട്ടിംഗ് യൂത്ത് ലൈബ്രറിയുടെ കലാവിഭാഗമായ സ്പോർട്ടിംഗ് യൂത്ത് ആർട്സ് ആൻഡ് മ്യൂസിക് അസോസിയേഷൻ എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ട് നടത്തിവരുന്ന എല്ലാവരും പാടണ് എന്ന ജനകീയ സംഗീത സായാഹ്നത്തിൻ്റെ 575ാമത്തെ ഞായറാഴ്ച സമയേശ്യാം ഫിലിമി ഖവാലി നൈറ്റ് സംഘടിപ്പിച്ചു. 12ലധികം ഗ്രൂപ്പുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. എല്ലാവരും പാടണ് എന്ന സംഗീത സൗഹൃദ കൂട്ടായ്മ 2014 ജൂലൈയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഒരുത്തി അവളൊരുത്തി പാർമണത്തും കതിരൊരുത്തി കറുകറുകറുത്തൊരു പെണ്ണാണ് കണ്ണാണ് കരളാണ് കാട്ടുപൂവിൻ കന്നിത്തേനാണ് പാട്ടുമൂളും മൈന പെണ്ണാണ് സ്വർണ്ണം മീനിന്റെ ചേലൊത്ത കണ്ണാളെ എന്റെ രോമാഞ്ചമായി മുന്നിൽ വാ. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ധർമ്മടം യൂണിറ്റിന്റെ 36ാം വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ധർമ്മടം യൂണിറ്റിന്റെ 36ാം വാർഷികവും കുടുംബസംഗമവും വിവിധ കലാപരിപാടികളോടെ സംഘടിപ്പിച്ചു. ധർമ്മടം പഞ്ചായത്ത് പ്രസിഡന്റ് B ഗീതമ്മ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പ്രകാശൻ അധ്യക്ഷനായി. വാർഡംഗം നിഹാല, രക്ഷാധികാരി ലഫ്റ്റനന്റ് കേണൽ ശശിധരൻ, കമാൻഡന്റ് സുധീർ കുമാർ, സെക്രട്ടറി ജയപ്രകാശ്, ജോയിന്റ് സെക്രട്ടറി സുരേഷ് ബാബു, ജീന എന്നിവർ സംസാരിച്ചു. ഹോണററി ക്യാപ്റ്റൻ സുനിൽകുമാർ നന്ദി പറഞ്ഞു. വിവിധ കലാപരിപാടികളും സമ്മാനദാനവും ഉണ്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. തലശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 5 കിലോഗ്രാം കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശി അറസ്റ്റിൽ. പള്ളിക്കുന്ന് സെൻട്രൽ ജയിൽ പെട്രോൾ പമ്പിന് സമീപത്തെ വീടുകളിലെ കിണറുകളിൽ ഇന്ധനം കലർന്ന് വെള്ളം ഉപയോഗശൂന്യമായ വിഷയത്തിൽ KV സുമേഷ് MLA ഇടപെടൽ. MLA കളക്ടറുമായി കൂടിക്കാഴ്ച നടത്തി. ഷാർജയുടെ സാംസ്കാരിക അടയാളമായ ഗോൾഡ് സൂക്കിന്റെ മടിത്തട്ടിൽ ജീവിതം കരുപിടിപ്പിച്ച പ്രവാസികൾ പാനൂരിൽ ഒത്തുചേർന്നു. സംഗമം ഷാർജ സൂക്ക് നൊസ്റ്റാൾജിയ 2K26 എന്ന പേരിൽ. ഉത്തരമേഖല കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വ്യാഴാഴ്ച തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കും. വിവിധ ജില്ലകളിൽ നിന്നുള്ള 1100 കുട്ടികൾ മാറ്റുരയ്ക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.